നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മാമത്താണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിലായി കാണും, നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസിന്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഇപ്പം 3 എപ്പിസോഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 4ാമത്തെ എപ്പിസോഡാണ്. ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ച് പറഞ്ഞായിരുന്നു, ഇനി ഇങ്ങനെ ഇവിടെ നാട്ടിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു ഇനി അപ്ഡേഷൻ വേണ്ട, കാര്യം ഓൾറെഡി എല്ലാവർക്കും അറിയാം, കുറച്ച് ബോറടിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിയും കുറേ പ്രവാസി സുഹൃത്തുക്കൾ നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഇനി അപ്ഡേഷൻ വേണം, കാര്യം നമുക്ക് അവിടുത്തെ നമ്മുടെ നാടിന്റെ പുരോഗതി അവർക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്നത്തെ കണക്കിന് മാമം ജംഗ്ഷനിലാണ്. മാമം ജംഗ്ഷനിൽ നമ്മൾ പണ്ട് അവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഞാൻ ഈ പ്ലാന്റിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ പ്ലാന്റിന്റെ മുന്നിൽ കാണുന്ന കാഴ്ചകൾ നമ്മുടെ കഴിഞ്ഞ 3 എപ്പിസോഡിലും നമ്മൾ കണ്ട അതേ കാഴ്ചകൾ തന്നെയാണ്. ഇവിടെ നിന്നാണ് ഓരോ സ്ഥലങ്ങളിലേക്കും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള അവരുടെ റെഡി മിക്സുമായിട്ട് അവർ സിമെന്റ് ആയാലും മറ്റു സാധനങ്ങളായാലും, അതായത് വർക്കിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നാണ് പല ഏരിയയിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, ബൈപ്പാസിന്റെ ആവശ്യത്തിനായിട്ടുള്ള. അപ്പോൾ ഇവിടെ വേറെ പുരോഗതികളൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് വലിയ ലാഗ് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, എവിടെയൊക്കെയാണ് നല്ല അപ്ഡേഷൻ, ഈ 3 എപ്പിസോഡിനേക്കാൾ നല്ല അപ്ഡേറ്റ് ആയിട്ടുള്ള ഏത് സ്ഥലങ്ങളാണുള്ള അവിടെ മാത്രമായിരിക്കും നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ബോറുണ്ടാകത്തില്ല. എന്നാലും നമുക്ക് ഇവിടെ നേരെ പോകാം. എവിടെയാണ് നമ്മൾ ഈ മാമത്ത് നിന്ന് അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലങ്ങളിൽ ടാറിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. കുറച്ച് സ്ഥലങ്ങളിൽ മറ്റേ അണ്ടർപാസിന്റെ വർക്ക് കിടക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും പല അപ്ഡേഷനും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ അപ്ഡേറ്റഡ് അല്ലാത്ത കഴിഞ്ഞ വീഡിയോയിൽ അതേപോലെ കിടക്കുന്ന ഒരു സാധനങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതല്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇപ്പം നിൽക്കുന്ന മാമോണ് തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ നമുക്കത് കാണിക്കാം. ഓക്കെ, കമാൺ. ഇത് മാമമാണ്. ഇവിടെ കണ്ട ഇതൊക്കെ ഇവിടെ കംപ്ലീറ്റ് മറ്റു പാറപ്പൊടിയും ഇതിന്റെ പണിക്ക്, അതായത് ടാറിങ്ങിന്റെ ആവശ്യത്തിനായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് പണ്ടും ഇങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാണ്. രാമച്ചമ്പളയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ടാറിങ് സ്റ്റാർട്ട് ചെയ്തേക്കണം. ഇതാണ് രാമച്ചമ്പള കഴിഞ്ഞത്. അതാണ് മാമം ജംഗ്ഷൻ. അവിടെയാണ്. അവിടെ നിന്ന് നമ്മളത് രാമച്ചമ്പള എന്ന് പറയുന്ന ആ ഭാഗത്തോട്ട് പോകുന്നത് ഇങ്ങോട്ടാണ്, ഈ ഒരു ഭാഗത്തോടാണ്. ഇവിടെ കംപ്ലീറ്റ് ടാർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം സർവീസ് റോഡ് ഓൾറെഡി നേരത്തെ ടാർ ചെയ്തിട്ടേക്കാണ്. നേരത്തെ അവർ ഈ വർക്കിന്റെ ആവശ്യത്തിനായിട്ട് ഈ സർവീസ് റോഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ടാർ ചെയ്തതാണ് ഈ കാണുന്ന റോഡ്. കിടക്കുന്നത് നീണ്ടു നിവർന്ന് അങ്ങറ്റം വരെ കിടപ്പുണ്ട് നമ്മുടെ ബൈപ്പാസ് റോഡ് ടാർ ചെയ്തത്. ഇവിടെ നിന്നാണ് ടാറിങ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഈ ഭാഗത്തുനിന്ന് മാമത്ത് നിന്ന് വരുമ്പോൾ ഈ ഭാഗം തൊട്ട് ടാറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അപ്ഡേഷൻ ഇതാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇതിനെക്കാട്ടിയും എവിടം വരെ ടാറിങ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണിച്ചു തരാം, എൻഡും കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അടുത്ത അപ്ഡേഷൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് നമ്മുടെ രാമച്ചമ്പള ജംഗ്ഷൻ. അവിടെ പാലം ഇതുവരെ പണിഞ്ഞിട്ടില്ല, പണ്ടത്തെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇവിടെ വരെയാണ് ടാറിങ് ഇവിടെ എൻഡ് ചെയ്തേക്കാണ്. മാമത്ത് നിന്നും രാമച്ചമ്പള ഈ ഭാഗത്തെത്തി ടാറ് എൻഡ് ആയിരിക്കുകയാണ്. അവിടെ കാണുന്ന ആ ജംഗ്ഷനാണ് രാമച്ചമ്പള ജംഗ്ഷൻ. അവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ചിറയൻകീഴും, റൈറ്റ് പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങലാണ്. രാമച്ചമ്പള ജംഗ്ഷനിൽ നിന്നും കൊല്ലമ്പുഴ മൂർത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. നമ്മുടെ തൊട്ട് ബാക്ക് സൈഡ് എന്ന് പറയുന്നത് രാമച്ചമ്പള ജംഗ്ഷനാണ്. ഓപ്ഷനാണ് ആ കാണുന്നത്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ കൊല്ലമ്പുഴ മൂർത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് ഇവിടെ. ഈ ഭാഗത്ത് ടാറിംഗ് ഒന്നും നടന്നിട്ടില്ല. ടാറിങ്ങിന് പകരം ഇവിടെ ഇപ്പം മെറ്റിലിട്ട് ടാറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ടാറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ ഭാഗം കാണുന്നത് രാമച്ചമ്പള ജംഗ്ഷനാണ്. അവിടെ പണ്ടത്തെ അതേ രീതിയിൽ തന്നെയാണ്. ഒരു പാലം വരാനുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. ഇവിടുത്തെ അപ്ഡേഷൻ ഇതാണ്. ഇനി നമുക്ക് നേരെ പോകാനുള്ളത് കൊല്ലമ്പുഴ ജംഗ്ഷനാണ്. അപ്പൊ ഈ കാണുന്നത് കൊല്ലമ്പുഴ ജംഗ്ഷനാണ്. കൊല്ലമ്പുഴ ജംഗ്ഷനിലെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആണ്. നമ്മൾ കുറെ നാളായി കാത്തിരുന്ന സംഭവമാണ്. കൊല്ലമ്പുഴ ജംഗ്ഷനിൽ എങ്ങനെയാണ് പാലം വരുന്നത്. ഈ നിൽക്കുന്നത് നമ്മുടെ കൊല്ലമ്പുഴ ജംഗ്ഷനാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊല്ലമ്പുഴ ജംഗ്ഷനിലെ ബൈപ്പാസ് റോഡിന്റെ അപ്ഡേഷനാണ് ഈ കാണുന്നത്. ഇതിപ്പോ അണ്ടർപാസ് ആണ്. അത് ആ ഭാഗം ആറ്റിങ്ങലും ഈ ഭാഗം കടക്കാവൂർ വക്കം റോഡാണ്. ഇനി വാഹനങ്ങൾ പോകുന്നത് ഇതിനകത്തൂടെ ആയിരിക്കും. പണി കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ആറ്റിങ്ങിൽ നിന്നും കടക്കാവൂർ വക്കം പോകുന്നത് ഇതിന്റെ അകത്തൂടെ ആയിരിക്കും. കടക്കാവൂർ നിന്ന് ആറ്റിങ്ങൽ പോകുന്നതും ഈ ഭാഗത്തൂടെ ആയിരിക്കും. ഇതിന്റെ മുകളിലൂടെ ആയിരിക്കും നമ്മുടെ ബൈപ്പാസ് റോഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിഡ്ജിന്റെ, അത് കൊല്ലമ്പുഴ അണ്ടർപാസിന്റെ ഹൈറ്റ് ഇതാണ്. അപ്പോൾ ഈ ഹൈറ്റിലൂടെയാണ് ആ പച്ച കമ്പി വന്ന് നിൽക്കുന്ന അവിടെ വരെ കോൺക്രീറ്റിന് നേരെ വരും. അതിന്റെ മുകളിലൂടെ ആയിരിക്കും ബൈപ്പാസ് റോഡ് ഇങ്ങനെ കടന്നു പോകുന്നത്. ഇവിടേക്ക് കംപ്ലീറ്റ് ക്ലോസ് ആവും. ഈ റോഡ് ഇതാണ് സർവീസ് റോഡ് വരുന്നത്. ഇതൊരു സർവീസ് റോഡാണ് ഇതുവഴി. അതുവഴി ഒരു സർവീസ് റോഡ് ഉണ്ടാവാനാണ് ചാൻസ്. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് അല്ല, അങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ മുകളിലൂടെയാണ് ബൈപ്പാസ് റോഡ് കടന്നു പോകുന്നത്. അപ്പൊ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊല്ലമ്പുഴ ജംഗ്ഷനിൽ നിന്നും, നമ്മുടെ കൊല്ലമ്പുഴ ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മൾ കൊല്ലമ്പുഴ പുതിയതായിട്ട് തുടങ്ങുന്ന ബ്രിഡ്ജ്, അവിടെ കുറച്ച് അപ്ഡേഷൻ നടക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അവിടുത്തെ വർക്ക് എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. നമ്മുടെ കൊല്ലമ്പുഴ പാലത്തിന്റെ, അത് കൊല്ലമ്പുഴ റിവർ ക്രോസ് ചെയ്ത് പോകുന്ന, വാമനപുരം നദി ക്രോസ് ചെയ്ത് പോകുന്ന ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ഇത്രത്തോളം എത്തിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ വീഡിയോ കാട്ടി ചെറിയൊരു പുരോഗതി ഉണ്ട്. മുകളിൽ ഒരു 10 പില്ലർ പോലെ, അതായത് നേരത്തെ ഈ ഭാഗത്തായിട്ട് അടുക്കി വെച്ചിരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അത് നേരെ അതിന്റെ മുകളിലോട്ട് കയറ്റി അത് ക്രൈം കൊണ്ടുവന്നവരത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിൽ കുറച്ചുകൂടെ വർക്ക് നടക്കാനുണ്ട്. പാലത്തിന്റെ പണി
നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും പാലം ക്രോസ് ചെയ്ത് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോവുകയാണ് അടുത്തത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലമ്പുഴ ബ്രിഡ്ജിന്റെ, അതായത് വാമനപുരം നദിയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മൾ ഇത്രയും നേരം ഇതിന്റെ ബാക്ക് സൈഡിലാണ് നിന്നത്. പിന്നെ ഈ സാധനത്തിന്റെ പേര് അറിയാമെന്നുള്ളവരൊന്ന് കമന്റ് ഇട്ടേക്കണം. ഇതെന്താണെന്നൊരു പിടുത്തമില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെടുത്ത് ക്രെയിൻ വഴി അതിന്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്യാണ്. അപ്പർ സൈഡിൽ നമ്മുടെ കൊല്ലമ്പുഴ ഭാഗത്ത് ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇതിനെ കൊണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേരെന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലമ്പുഴ ഭാഗത്തെ അപ്ഡേഷൻ. ഇനി അടുത്ത പാലാങ്കോണമാണ് നമ്മുടെ ഈ ബാക്ക് സൈഡ് കാണുന്നത്. പാലാങ്കോണമാണ്. അപ്പോൾ നമ്മളിനി നേരെ പാലാങ്കോണം ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇനി നമ്മളിപ്പോൾ കൊല്ലമ്പുഴ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരെ പാലാങ്കോണം, അതായത് ഈ ഒരു ഭാഗം, അവിടെ പണിയൊക്കെ പണ്ടത്തെ അതിനൊക്കെ തന്നെ, അതുകൊണ്ട് നമ്മളതൊന്നും കൂടുതൽ കാണിക്കുന്നില്ല. ഇനി എവിടെയാണ് അടുത്ത പുരോഗതി ഉള്ളത് ആ ഭാഗം മാത്രമായിരിക്കും നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് കയറിപ്പോണം. ഇതിപ്പം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡ് 4, ഇതിപ്പോൾ 5ാമത്തെ എപ്പിസോഡാണ്. 4ാമത്തെ എപ്പിസോഡ് നമ്മൾ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, അത് ഞാൻ മറന്നുപോയി. 3 മാസത്തിന് ശേഷം ജനുവരിയിലാണ് നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസത്തിന് ശേഷമുള്ള പുരോഗതിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം, അവിടുത്തെ വികസനം അവിടെ കണ്ടിട്ട് വരാം. അപ്പോൾ കേസ് നമ്മളിപ്പം പാലാങ്കോണം ജംഗ്ഷനിൽ നിന്ന് നേരെ ആയാങ്കോണം ജംഗ്ഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പാലാങ്കോണം ജംഗ്ഷൻ പാലാങ്കോണം ജംഗ്ഷൻ്റെ ആ ഭാഗത്തൊന്നും വേറെ അപ്ഡേഷനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആയാങ്കോണം എത്തുന്നതിന് തൊട്ട് മുന്നേ അവിടെ ആയിട്ട് ഒരു ടാറിങ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്നിട്ട് നമുക്ക് 2ാമത് നമ്മൾ ടാറിങ് കാണുന്നത് ഇവിടെയാണ്. നമ്മൾ മാമം കഴിഞ്ഞ് ടാറിങ് കണ്ടതിന് ശേഷം പിന്നെ ഒരു ടാറിങ് കാണുന്നത് നമ്മൾ ഈ ഭാഗത്താണ്. ഇതാണ് അടുത്ത ടാറിങ്. ഇതിപ്പോൾ ഇത് നേരെ പോകുന്നത് നമ്മുടെ ആയാങ്കോണം ജംഗ്ഷനിലേക്കാണ്. നമ്മൾ പാലാങ്കോണം തന്നെ നിർത്തുന്നത്. പാലാങ്കോണം ജംഗ്ഷൻ ആ ഭാഗത്തായിരുന്നു, അവിടെ വേറെ പുരോഗതിയൊന്നുമില്ല. നേരെ ആയാങ്കോണം ജംഗ്ഷനാണ്. ഈ ഭാഗത്ത് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് നേരത്തെ മാമത്തെ കണ്ടതുപോലെ കുറച്ച് ഭാഗം ടാറിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അപ്ഡേഷൻ. വേറെ ആ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കാണാം. കുറച്ച് ഭാഗം മാത്രമേ ടാർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും പഴയ റോഡ് കിടക്കണം. പക്ഷേ കുറച്ചുകൂടെ ടാറിങ്ങിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ അടുത്ത് മെറ്റിലിട്ടതിന് ശേഷം ടാറിങ്ങിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതായിരിക്കും. ഈ ഭാഗത്ത് ഇപ്പോൾ ഇത്രയാണ് ഡെവലപ്മെന്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആയാങ്കോണം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ബൈപ്പാസ് റോഡ് വന്ന് എൻഡ് ചെയ്യുന്ന നമ്മുടെ അവസാനത്ത് ഈ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ആയാങ്കോണം ജംഗ്ഷനിൽ വന്നിട്ടാണ് NH ആയിട്ട് കണക്ട് ആവുന്നത് ബൈപ്പാസ് റോഡ്. നമ്മൾ അതിന്റെ എൻഡിൽ എത്തിയൊക്കെയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആയാങ്കോണം ജംഗ്ഷനിലാണ്. ഇവിടെയാണ് നമ്മുടെ ബൈപ്പാസ് റോഡ് വന്ന് എൻഡ് ചെയ്യുന്നത്. ഈ ബൈപ്പാസ് റോഡ് വന്ന് NH ആയിട്ട് കണക്ട് ആവുന്ന ഈ ഭാഗം ഇവിടെയാണ്. അപ്പം ഇതാണ് ഇപ്പോൾ നമ്മുടെ ബൈപ്പാസിന് എൻഡ് എന്നുണ്ടെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോഴത്തെ പുരോഗതി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ നിരപ്പായിരുന്ന ഒരു ഭാഗമായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൂടെ ആയിരിക്കും NH ബൈപ്പാസ് പോകുന്നതും സർവീസ് റോഡ് ഈ ഭാഗത്തൂടെ ആയിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ക്രോസ് ചെയ്തിട്ട് പാലം വരാനാണ് സാധ്യത. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പം ഇതാണ് ബൈപ്പാസിൻ്റെ അപ്ഡേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം വലിച്ചു നീട്ടി വെറുതെ ലാഗ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളിപ്പം ആയാങ്കോണം, ഇത് പാലാങ്കോണം അല്ലേ? ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആയാങ്കോണം ജംഗ്ഷനാണ്. നേരത്തെ നമ്മൾ പാലാങ്കോണം ജംഗ്ഷനിലൊക്കെ അതേ കണക്ക് തന്നെയാണ് കിടക്കുന്നത്. വല്ല കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ സിറ്റുവേഷൻ തന്നെയാണ്. അതിലിടയ്ക്ക് കുറച്ച് ഭാഗം മാത്രം ടാർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇങ്ങനെ റോഡ് കട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ നിരപ്പായിരുന്നൊരു ഭാഗം കട്ട് ചെയ്ത് അടിയിൽ ബൈപ്പാസ് റോഡ്, സർവീസ് റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബൈപ്പാസ് റോഡ് അടിയിലായിരിക്കും വരുന്നത്. ഇതിനടിയിലൂടെ ഒരു പാലം കണക്റ്റായി പോകാനാണ് സാധ്യത. അവിടെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പുരോഗതികൾ. നമ്മുടെ ഈ ആയാങ്കോണം ജംഗ്ഷൻ ബൈപ്പാസ് വന്ന് കയറുന്നത് നമ്മുടെ കല്ലമ്പലം പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്താണ് വന്ന് കയറുന്നത്. അവിടെയാണ് ഈ ഒരു ബൈപ്പാസ് വന്ന് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നല്ല കിടിലം ചൂടാണ് നമ്മുടെ നാട്ടിൽ. അതായത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നട്ടുച്ചയ്ക്ക് ഇപ്പോൾ സമയം ഏതാണ്ട് 4 മണിയായി. നമ്മൾ 2 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. നല്ല പൊരി വെയിലത്ത് നമ്മൾ പഴംപൊരിയായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ചൂടായിട്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് സബ്സ്ക്രൈബർ ചെയ്ത് വേണം നിങ്ങൾ നമുക്ക് തരാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.